ഗുഡ് മോർണിംഗ് ഗൈസ്. ആർക്കും എന്നെ കാണുന്നുണ്ടായില്ല. ഞാൻ ഉറക്കണിക്കുന്നതേ ഇല്ല എന്ന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താ പറഞ്ഞാൽ ഇന്നാണ് എൻ്റെ 5-ാം മാസത്തെ സ്കാനിങ്ങിന് പോകേണ്ടത്. അപ്പോൾ പോയിട്ട് വരുന്നു കേട്ടോ. എനിക്കറിയില്ല, കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് 5-ാം മാസത്തെ സ്കാനിങ് കുറേ സമയം എടുക്കും, അങ്ങനത്തെ എന്തെല്ലോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയി നോക്കുന്നു. ബാക്കി വിശേഷങ്ങൾ പിന്നെ ആരുണ്ട്, ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല, എനിക്കറിയാം, എൻ്റെ ഭർത്താവ് കേട്ടാൽ വരുന്നു. അങ്ങനെ ഞാനും അമ്മയും ഓട്ടോയിൽ കയറി ഇതാ ആശുപത്രിയിലേക്ക് പോകേണ്ട തിരക്കിലാണ് ഞാൻ പോയിട്ട് വരുന്നത് കേട്ടാ. അങ്ങനെ നമ്മൾ ആശുപത്രിയിലേക്ക് എത്തി. ഞാൻ കാണിക്കുന്നത് കാസർഗോഡ് യുണൈറ്റഡ് മെഡിക്കൽ സെൻറ്ററിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആളാണ് പുഷ്പേച്ചി. ഇതാണ് ഞങ്ങൾ സ്വന്തം പുഷ്പേച്ചി. ഇതെൻ്റെ പുഷ്പേച്ചി, നമ്മളെ യുണൈറ്റഡ് നേഴ്സ് എന്ന് പറയണ്ട, ചേച്ചി എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും, വിളിക്കും, സംസാരിക്കും. അപ്പോൾ ഞാനിപ്പോൾ 5-ാം മാസത്തെ സ്കാനിങ്ങിന് വന്നിട്ടുണ്ട്. നോക്കാം. നമ്മളെ സുന്ദരിമണി ആയി പറയല്ലോ. ഞാൻ ഇവരുടെ അടുത്താന്ന് കാണിക്കുന്നില്ല, ഇവരാന്ന് ഇനി എന്നെ നോക്കേണ്ടത്. നല്ലോണം നോക്കണം എന്നെ. ഇവിടെ എല്ലാവരും, ഞാനിവിടെ വന്നിട്ട് എന്നോട് എല്ലാവരും പറയലുണ്ട് യുണൈറ്റഡ് നേഴ്സുമാരെല്ലാം ഭയങ്കര കമ്പനിയാണ്. അത് അത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഇവിടെ എത്തുമ്പോഴാണ് മനസ്സിലായത് ഇപ്പം നമ്മൾ ചേച്ചിമാരെ കാണിക്കുക, അമ്മമാരെ കാണിക്കുക എന്നുള്ളത്. അങ്ങനെ പോയപ്പോൾ തന്നെ സ്കാനിങ് എല്ലാം കഴിഞ്ഞ്, സ്കാനിങ് എല്ലാം അടിപൊളിയായി, എല്ലാം നേരെ ഉണ്ട്. അപ്പോൾ ഞാനും അമ്മയും പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി. നമ്മൾ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് സെറ്റായി, എല്ലാം റിസൾട്ടെല്ലാം കിട്ടിയ സന്തോഷത്തിൽ ചോറ് കഴിക്കാൻ പോയി. നല്ല ചോറും പപ്പടവും സാമ്പാറും രസം മോര് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് തട്ടുമ്പോഴേക്ക് നമ്മളെ ഗോപി മഞ്ചൂരി നമ്മുടെ അടുത്തേക്ക് വന്നു. പിന്നെ അതെല്ലാം കഴിച്ചിട്ട് ഞമ്മ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് സ്റ്റാൻഡിൽ പോകുമ്പോഴാണ് നമ്മളെ പപ്പേട്ടനെ കാണുന്നത്. പപ്പേട്ടനാണ് ഞങ്ങൾക്ക് തന്നത്, നമ്മളെ സ്വന്തം പപ്പേട്ടൻ. അങ്ങനെ പപ്പേട്ടനോടും കുറച്ച് വർത്താനം പറഞ്ഞിട്ട് തൊട്ടിപ്പുറത്തുള്ള പീടിയെന്ന് എനിക്കും എൻ്റെ കുഞ്ഞുമണിക്കും കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചു. നല്ല നല്ല ഫ്രൂട്ട്സ് എടുത്തു. അവിടെ നിന്ന് തിരഞ്ഞ് അമ്മയാണ് ഫ്രൂട്ട്സ് എല്ലാം എടുത്തത്. എടുക്കുക നമ്മളെ പപ്പേട്ടനോട് വർത്താനം പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നെ ഭയങ്കര ഇഷ്ടം എന്ന് ഒരു ചേച്ചി വന്നത്. ചേച്ചി കെട്ടിപ്പിടിച്ച് കുറേ വർത്താനം പറഞ്ഞ് അങ്ങനെ നാട്ടിലേക്ക് എത്തുമ്പോൾ അച്ഛൻ നമ്മളെ കാത്തിക്കുന്നുണ്ടായിന്, അച്ഛനും അമ്മേൻ്റെയും പ്രണയം. അപ്പോൾ അച്ഛൻ പറഞ്ഞു ചോറ് കഴിച്ചിട്ടാ പറഞ്ഞു. അങ്ങനെ അച്ഛൻ ജനകീയ ഹോട്ടലിൽ പോയി, കർമ്മന്തോടി ജനകീയ ഹോട്ടലിൽ നിന്ന് അച്ഛൻ അത്യാവശ്യം ചോറ് കഴിച്ചു. ഞാൻ കടന്ന് കുറേ സൊറ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ചോറ് കൂടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോയി. ഞങ്ങളുടെ ഇതാണ് അടിപൊളി ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന നാടാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും നാട്ടിലേക്ക് എത്തുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ഏത് സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞാലും നമ്മളെ സ്വന്തം നാട്ടിലേക്ക് വൈകുന്നേരം ആകുമ്പോൾ എത്തുമെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. അപ്പോഴാണ് നമ്മളെ മയിലിനെ കണ്ടത്. മയിൽ ഇവിടെ നിറച്ചും ഉണ്ടാവും. നമ്മൾ ആ പാറയിൽ നിറച്ചും മയിലായിരിക്കും. പീലില്ല, മയിലും ആൺമയിലും പെൺമയിലും എല്ലാം ഉണ്ടാവും. ഇതാണ് ഞങ്ങളെ പാറ. ഇതിൽ ഭയങ്കര വെള്ളം വരും. നമ്മൾ മഴക്കാലത്തെല്ലാം പോകുന്ന സമയത്ത് പേടിയാണ്, കാരണം ഈത്തന്നേ വെള്ളം വന്നിട്ട് തലയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒഴുകി പോകുമോ എന്നല്ല പേടി. അപ്പോൾ നമ്മളെ നാട് കാണാം കേട്ടോ.